അപ്പോൾ ഇന്നത്തെ കാലത്തൊരു ഓട്ടമായിട്ട് കണ്ടാലോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യലുണ്ട് ഗായ്സ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ നോൺ വെജ് കഴിക്കില്ലേ, നമ്മൾ പാലക്കാട്ടുകാർ നോൺ വെജ് കഴിക്കില്ലേ, നമ്മളെല്ലാം കഴിക്കൂട്ടെ ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നിയതാണ് നൂലപ്പം ഉണ്ടാക്കാമെന്ന്. കാരണം വേറെ ഒന്നുമല്ല, തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഞാൻ വെച്ചത്, ഇങ്ങനെ ചാറോട് കൂടി ആയിട്ടില്ല, തിക്കായിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇച്ചിരി എരിവ് കൂടി ഗൈസ്. അപ്പോൾ എരിവ് പറ്റാത്തവരുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം കാലത്ത് തേങ്ങയിലൊന്നും ചേർക്കാണ്ട് തേങ്ങ വറുത്തിട്ട് അങ്ങനെ അരച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇതിൻ്റെ കൂടെ ഇട്ടതാണ് കേട്ടോ. അതാണ് പലഹാര പരിപാടികൾ അധികം ഇല്ല കേട്ടോ. എനിക്ക് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് ഈ നൂലപ്പം ഉണ്ടാക്കലില്ലേ, അത് ഇച്ചിരി പാടാ. ചിലവർക്ക് കേട്ടോ, ചിലവർക്ക് നിസ്സാരം സിമ്പിൾ എന്നുള്ള പോലെയൊക്കെ ഉണ്ടാക്കും. എനിക്ക് ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ മല്ലി കെട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ പീച്ചാൻ എങ്ങനെ നോക്കിയാലും എനിക്ക് കിട്ടില്ലായിരുന്നു ഗൈസ്. പിന്നെ ചെയ്ത് അങ്ങനെ പഠിച്ചതാണ്. എന്നിട്ടാണ് ഈ പരുവത്തിലാക്കിയത്. അപ്പോൾ അതാ എവിടെന്നോ ഒരു കോഴിയുടെ മണം അടിക്കണമെന്ന് പറഞ്ഞിട്ട് 2 എണ്ണം എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലത്തെ അല്ല കേട്ടോ, മീനോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോൺ വെജ് വെക്കുന്ന സമയത്ത് ഇതുകൾ എവിടെ നിന്നൊക്കെയാണെന്നറിയില്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഇത് ഈ പാത്രം കഴുകി വെക്കണം, ഉണ്ടാക്കിയ പാത്രം കഴുകി വെച്ച് കമത്തുന്നത് വരെ ഇതുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകത്തില്ല. എല്ലു വേണം ചോദിക്കണേ, ഞാൻ കൊടുത്തടി. എന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇവൾക്ക് കൊടുത്തില്ലേ? ഞാനല്ലേ കൊടുത്തേ, ഞാൻ കൊടുത്തു. പിന്നെയും നിൽക്കണ്. അപ്പോൾ നമ്മുടെ നൂലപ്പം കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചിക്കനും നൂലപ്പവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യും കേട്ടോ. ടാറ്റാ. മാമി ഒരു ടാറ്റ പറ. ഇതെന്ത് താറ്റേണ്ടി. ഓക്കെ.